നമുക്കൊരു കാര്യം ചെയ്യാം. കനകാന്റി കൊണ്ട് നല്ല ആടിപ്പൊളി മീൻ കുളമ്പം ഉണ്ടായിപ്പിക്കാം. എന്താ പറയുന്നേ? കനകാന്റിയെ കൊണ്ടാ? കനകാന്റിയെ കൊണ്ടുണ്ടാക്കിച്ചാ അത് തമിഴ്നാട് സ്റ്റൈലേ പോലെ. നമുക്ക് നല്ല നാടൻ സ്റ്റൈലെ മീൻ കറി. നമുക്ക് കാര്യം ചെയ്യാം. കനകാന്റി കൊണ്ട് തമിഴ്നാട് നാടൻ സൈഡിലുള്ള മീൻ കുളമ്പ് അത് വെപ്പിക്കാം. അത് സൂപ്പർ ആയിരിക്കില്ലേ? കേരള നാടൻ എന്ന് പറഞ്ഞാൽ കേരള നാടായി. ഓ ശരി, വെക്കാവടേ. അങ്ങോക്കെ അല്ല കൊടംപുളിയൊക്കെ ഇട്ട് വെച്ചാണ്ടല്ല അല്ല സ്വയംവരായിട്ടിരിക്കും. മപ്പന്നിരിക്കും അല്ലേടേ? എന്തല്ലേ തന്നെ. കനകാന്റി കണ്ടത് അല്ല പെട്ടക്കണ സാധനം പെടച്ച വെള്ളം തിറങ്ങി. ഇത് വലിയ മീനാണല്ലോ. മുമ്പോയി ഈ വലിയ മീനിനെ കൊണ്ടുപോയിട്ട് നല്ല നാടൻ സ്റ്റൈലില് കോട്ടംപുളിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വെയ്യങ്ങോട്ട്. ആര് വെക്കും? അമ്മൂമ്മ വെക്കും. രണ്ടുപേരൂടെ അങ്ങ് വെച്ചാ മതി. എനിക്ക് വയ്യ. അന്തരം മുമ്പ് അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെന്തരും? എന്നെ കൊണ്ട് വയ്യ വെക്കാന്. ഇത് ഒരുപാട് മീനുണ്ടല്ലോ. രാവിലെ തൊട്ട് ചൂണ്ടിടാൻ പോയിട്ട് ഇതിനെയാ കിട്ടിയത്. വേറെ കൊറേയൊക്കെ കിട്ടി. ചെറിയ മീനായോണ്ട് തിരിച്ചു വിട്ട് പാവം തോന്നിട്ട്. മാത്രല്ലേ ചേച്ചി, എന്തെന്ന് മനസ്സിലാവുന്നില്ല. മീനൊക്കെ പണ്ടത്തെ പോലെ ചൂണ്ടയിലേക്ക് കുരുക്കാനായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഇഗ്നോർ ആക്കി വിടുന്നെ. മീനൊക്കെ ബുദ്ധി വെച്ചാണ്. തമാശയാണോ കേട്ടെ? ഒന്നും കൂടെ ഒന്ന് പറയോ ചിരിക്കാനായിട്ട് പ്ലീസ്. ഒന്നും കൂടെ ഒന്ന് പറ പ്ലീസ്. കളിയാക്കല്ലേ? ഓ ചേച്ചി അപ്പൊ എങ്ങനെ? എന്തെങ്ങനാന്ന്? വെട്ടി പീസാക്കി കറി വെക്കല്ലേ? പോടോടന്ന് എന്നെ കൊണ്ടൊന്നും പയ്യ വെട്ടി വൃത്തിയാക്കി കറി വെക്കാനൊന്നും. ചേച്ചി കറി വെക്കാതെ പിന്നെ വേറെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നീ വെട്ടി വൃത്തിയാക്കിത്താ, കറി ഞാൻ വെക്കാം. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. കേശു നിങ്ങൾ വെട്ടാൻ കൊടുക്ക്. ചേച്ചി കറി വെച്ചങ്ങ് തള്ളും അല്ലേ ചേച്ചി? അതെ, അങ്ങ് വെട്ടിമുറിച്ചു കൊടുക്കും. ഞാൻ വെല്ലം വിളിച്ചാൻ പറയും. മീൻ പിടിക്കാൻ ഞാൻ മീൻ വെട്ടി പീസാക്കി തരാൻ ഞാൻ. നമ്മുടെ കറിയും കൂടെ ഞാനങ്ങ് വെക്കാം. കേശു ഞാൻ വെച്ച് കൊടുക്കവാ. വേണ്ട കനകാന്റി, തമിഴ്നാട് സ്റ്റൈലായി പോകും. എനിക്കിപ്പോ അത് കഴിക്കാൻ ഒരു മൂടില്ല. ഉണ്ടാ എനിക്ക് കേരള സ്റ്റൈലിൽ നല്ല വെക്ക തരും. വേണ്ട ചേച്ചി വൈ, ഞാൻ കറി പീസാക്കി തരാം. ആയിക്കോട്ടെ, വൃത്തിയാക്കി കൊണ്ടുപോവാ, ഞാൻ കറി വെച്ച് തരാം. എടാ പോണോ അടിയും കുത്തി? എടാ പോണ്. ഞാനേ ഇത്ര നേരം നമ്മള് മീൻ പിടിച്ചിട്ട് വല്ലാത്തൊരു ഉഷ്ണം. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ മീനിലേക്ക് കത്തെടുത്ത് ഇങ്ങനെ ഒരാച്ച വെട്ടുമ്പോഴത്തേക്കും ഞാൻ എത്തും. ശിവയാണ് പറയുന്നത് കേട്ടാ. മക്കളെ ഇത് പിടി. നീ എവിടെ മീൻ പിടിച്ച്? ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്ക് പ്രഷർ ഉണ്ട്. വോട്ട് ഞാൻ പോട്ട്. ചേട്ടാ ഈ മീൻ കുഞ്ഞു പീസായിട്ട് കട്ടിയാണേ. ഇതിലും ചെറുതായിട്ടോ? ശരി, ഇതൊന്ന് പിടിച്ചേ. ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ചടിച്ചട്ടി തന്നെ കൈ തന്നിട്ട് പോ. എവിടിട്ട് വെട്ടും? തുടങ്ങിയല്ല. അവക്ക് മീൻ വെട്ടാൻ തന്നാ നമ്മള് വെട്ടൂലല്ലേ? ശരി, ശരിയാക്കി തരാം. കറി വെക്കുമ്പോ ഓരോ കുളവായല്ല. പിന്നെ റെഡി? കല്ലിലും തിന്നു. എന്താ പിന്നെ കട്ടാവത്തെ? കളിക്കണടാ. കുപ്പിയാ? എന്താ പാറപ്പടയിലും നിനക്കൊക്കെ വേണ്ടി ബാറ് തുടങ്ങിയ? അതാ ഇനിയിപ്പോ വിഷം വല്ല അടിച്ചു ചത്ത മീനാണോ? ലോ ഫെയിലിയർ അടമനി. ഇതി കൂടെ എങ്ങനെ കേറിയത്? ലെറ്ററോ? തൊള്ള സൂസൈഡ് ലെറ്ററാ? ലെറ്ററൊക്കെ എഴുതി വെച്ച് ചാവാൻ പഠിച്ച മീൻ.
മലയാളം അപ്പൊ സ്കൂളിൽ പോണം മീൻ. എന്റെ ദുഃഖം ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. എടാ പാവം, എനിക്ക് പേടിയാവുന്നു. ഒറ്റപ്പെടൽ അനുഭവിച്ച മീനാണ്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ഓ ലക്ഷ്മി, മീനൊക്കെ ലക്ഷ്മി ലച്ചേച്ചിയാ? കയ്യക്ഷരം ചേച്ചെന്തിന് ഇങ്ങനെ എഴുതിയ? ലക്ഷ്മി ലക്ഷ്മി ലച്ചേച്ചി കൺഫേം. ലച്ചേച്ചി എന്താണ് ഗെയിം കളിക്കുന്നു? കയ്യിലെന്ത് ചേച്ചി? പഴം വേണോ? വേണ്ട. എന്താടോ എന്താടോ ചേച്ചി കറിയോ വേണോ? എന്തിന്? നീ മീൻ വെട്ടി കഴിഞ്ഞോ? ആ വെട്ടി കഴിഞ്ഞു. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാം. ഓ ചേച്ചി, ഞാൻ കൊറേ നാളായിട്ട് ചേച്ചി എടുത്ത് ഇങ്ങനെ ചോദിക്കണം വിചാരിക്കാം. എന്തുവാ? ചേച്ചി അളിയനായിട്ട് എന്തേലും പ്രശ്നമുണ്ടോ? ഞാനും അളിയനും തമ്മിൽ എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല. അല്ലേ ചേച്ചി? ഈ ചേച്ചിയുടെ എന്താ കൈ ഇങ്ങനെ ഇവിടെ തട്ടിയതാ. ചേച്ചിക്ക് ഞങ്ങളടുത്ത് പറയാൻ പറ്റാത്തതായ എന്തെങ്കിലും പ്രശ്നം? ആ കണ്ണ് കണ്ടാ അറിയാം. ആ കണ്ണിലുണ്ട് ചേച്ചിയുടെ സങ്കടം. കണ്ണില് സങ്കടമോ? എടാ നിനക്ക് എന്താടാ വയ്യ? നിനക്ക് സങ്കടം കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത്? പോയേ. ഞാനോ തന്നെ ചോദിക്കണം, ചേച്ചിക്ക് വയ്യേ? എടാ പോടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലെന്ന്. മനക്കട്ടി ഒന്നാമത് ചേച്ചി കുറവാണ്, അതുകൊണ്ടാണ് ചോദിക്കണത്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറ ചേച്ചി. എന്തായാലും ലക്ഷ്മി തിരിക്കറ്റി വെക്കും ഞാൻ വാ തുറന്ന. ചേച്ചിക്ക് ഈ ലോകത്തിനോട് വിളിച്ചു പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോ. ആ എനിക്ക് ഒരു വിഷമമുണ്ട്. നിന്റെ സ്വഭാവം വെച്ചേ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ നല്ല വിഷമമുണ്ട് ചേച്ചിക്ക്. ചേച്ചി ഫണ്ണടിച്ചേ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. എന്ത് മീൻ വൃത്തിയാക്കി കഴിഞ്ഞാ? മീൻ വൃത്തിയാക്കി കഴിഞ്ഞ്. എന്നാ ഒന്ന് പോയി കുളിച്ചൂടെ, നാറിയിട്ടും വയ്യ. വെരി ട്രൂ. എന്താണ് ഇവിടെ ടോക്ക്? ഇവൻ പറയുന്നത് എന്റെ കണ്ണിൽ എന്തോ ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. നോക്കട്ടെ. കണ്ണ് തന്നെ കാണാനില്ല, പിന്നെയാണ് ദുഃഖം. എന്ത് ദുഃഖം? എനിക്കറിയാൻ പാടില്ല, ഇവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ചേച്ചി പറഞ്ഞ മീനാറ്റവേ എനിക്കല്ല. പിന്നെന്ത് നിനക്കല്ലേ? ഓ ഗോഡ്, എന്താ ഇത്? നമ്മൾ പിടിച്ചിട്ടൊന്നും മീനിന്റെ വയറ്റിൽ കിട്ടിയതാ. മീനിന്റെ വയറ്റിന്നോ? കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്തോ ആക്രാന്തം പിടിച്ച മീനാ അത്. നിന്നെ പോലെ തന്നെ ഏട്ടാ. കുപ്പി ഉൾപ്പെടെ മീൻ വിഴുങ്ങിയ. കുപ്പിടാരും വിടും. ഇത് വായിച്ചു. എന്തോ അത്? അയച്ചോടി. നല്ല മീനാറ്റം. എന്റെ ദുഃഖം ആരും കാണാതെ പോകുന്നു. എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ലക്ഷ്മി. ലക്ഷ്മി അതിന്
ലക്ഷ്മി. ഓ ലക്ഷ്മി. എടി ലക്ഷ്മി. ആ ലക്ഷ്മി, അതിനിപ്പോ എന്ത്? എടി എന്റെ ചേച്ചിയുടെ പേരെന്തോ? ലക്ഷ്മി. നിന്റെ ചേച്ചിയുടെ പേരെന്തോ? എടാ നമുക്ക് ഒരു ചേച്ചിയല്ലേ ഉള്ളൂ, ലക്ഷ്മി. ലക്ഷ്മി ഇതെന്തുവാ? ലക്ഷ്മി. ലക്ഷ്മി. അപ്പൊ ഈ ലക്ഷ്മിയാണോ ആ ലക്ഷ്മി? ചേച്ചിക്ക് എന്തിനാ വയ്യേ ഇത് മുഴുവൻ എഴുതിയിട്ട് പാവം മീനിനെ കൊണ്ട് തീറ്റിപ്പിക്കാനായിട്ട്? ഞാൻ അറിയാത്തന്നെ ചോദിക്കുക, നീ ശരിക്കും മണ്ടിയായിട്ട് അഭിനയിക്കുകയാണ്? എന്തേ? പിന്നെ അല്ലാതെ പിന്നെ ഇടി ചേച്ചിക്ക് എന്തോ വലിയൊരു മനോവിഷമം ഉണ്ട്. അത് നമ്മുടെ അടുത്ത് പറയാൻ പറ്റൂല. അതുകൊണ്ട് ചേച്ചി അതൊരു പേപ്പറിൽ എഴുതിയിട്ട് മീനിന്റെ അടുത്ത് പോയി പറഞ്ഞു. പേപ്പറിൽ എഴുതിയിട്ട് കുപ്പിക്കകത്തെടുത്ത് ഇട്ടു, അടച്ചു, പാറമടയിൽ ഇട്ടു. അതേതോ മീൻ തിന്നു. അങ്ങനെ ആയിരിക്കും. എന്റെ അമ്മോ, എന്നിട്ട് ആ മീനെ തന്നെ നമ്മള് കറക്റ്റ് ആയിട്ട് പിടിച്ചല്ലേ കേശു? ആരോട്? നീ പിടിച്ചല്ലേ കേശു? എന്തൊരാലോചന? എന്തൊരാലോചന? ഒന്നുമില്ല ചേച്ചി. എന്താ? കണ്ണു നോക്ക്. ഇവിടുന്ന് കാണുന്നില്ല. എന്താണ്? ചേച്ചി ഒന്ന് വരൂ. ചേച്ചിയുടെ കണ്ണിലെന്തെങ്കിലും പോയാ? എടീ കാര്യം പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. ചേച്ചിക്ക് നമ്മുടെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തോ വലിയ പ്രശ്നമുണ്ട്. പിന്നെ അങ്ങനൊന്നും ആയിരിക്കൂല. അല്ലെങ്കിൽ തന്നെ ഈ ലക്ഷ്മി നമ്മുടെ ലക്ഷ്മിയാന്ന് നിനക്ക് എത്ര ഉറപ്പ്? കയ്യക്ഷരം നോക്കടി. കണ്ടിട്ട് ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോലെ ഉണ്ട്. എന്നാലും ഒന്ന് ക്ലിയർ ആക്കണ്ടേ? ഇതൊന്ന് കൺഫേം ചെയ്യണം. എന്താ? നീ പോകുന്നു? ഇല്ല, നീ തന്നെ പോണം. വന്നാണോ? ചേച്ചി അല്ല ചേച്ചി. എന്റെ പൊന്നു മോനെ കേശു, എനിക്ക് നിലവിൽ യാതൊരു ദുഃഖവും ഇല്ല. ഞാൻ അത് ചോദിക്കാൻ വന്നല്ലേ. പിന്നെന്താ? എനിക്കൊരു ഹെൽപ്പ് വേണം. എന്തോന്നു? എഴുതാനൊരു ഹെൽപ്പ് വേണം. അത് നിനക്ക് എഴുതിക്കൂടി? അല്ല പറ്റൂല. അതൊന്നും പറ്റാത്ത? ചേച്ചി എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നു, അപ്പൊ ആ മെസ്സേജ് എഴുതണം. ഫോണിൽ നോക്കലും എഴുത്തലും എല്ലാം കൂടെ നടക്കില്ല, അതുകൊണ്ട് ഒന്ന് എഴുതണം. എന്നാ നീ എഴുത്, ആ ഫോണിൽ ഞാൻ വായിച്ചു തരാം. അത് പറ്റൂല. വായിക്കുന്നത് തെറ്റിപ്പോയ പ്രശ്നം. സമ്മതിക്കില്ല. അല്ലെങ്കിൽ ചേച്ചിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാലും. എനിക്ക് എന്ത് പ്രശ്നം? നീ പറ. എന്റെ ദുഃഖം ആരും കാണാതെ പോകുന്നു. ആരും കാണാതെ പോകുന്നു. കേട്ടിട്ടില്ലോ തോന്നുന്നു. എന്താണ് ഇത്? ബാക്കി പറ. എനിക്ക് പേടിയാവും. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ആരെങ്കിലും എന്നെ രക്ഷിക്കണം. ഈ മൂന്നും കൂടെ കണക്കാവുന്നു. എന്തുവാണ് ഇത്? നിന്നെ ഏതെങ്കിലും കാമുകിമാരയച്ച മെസ്സേജ് ആണോ? ഞാനൊന്നും പറയണില്ലേ. കഴിഞ്ഞാ? അല്ല, ഒരു ലക്ഷ്മി എന്ന് കൊടുന്നു. ഏത് ലക്ഷ്മി? ഒരു ലക്ഷ്മി. പറഞ്ഞ പോലെ എന്റെ പേരും ലക്ഷ്മി എന്നാണല്ലേ? ഇടയ്ക്കിടയ്ക്കേ ഞാൻ എന്റെ പേര് മറന്നുകൂടാ. ഈ എല്ലാരും ലച്ചു ലച്ചു എന്ന് വിളിച്ചേ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ലക്ഷ്മി എന്നുള്ളതും ഓർക്കുമായിരിക്കും അല്ലേ? ആ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും ലക്ഷ്മി എന്ന് വിളിച്ചേരാ ഓർക്കുമല്ലോ. ഏതാ പിന്നെ? അതല്ലാതെ എന്തായാലും ഇതേപോലെ എഴുതുമ്പോ എന്തെങ്കിലും എൽസ്? നത്തിങ്. എനിക്ക് പോവാലോ? പോവാം. ഇത്
പൊടി പൊടി. ഹാ ചേച്ചി നീ എന്താ ഇവിടെ? അല്ല ഇതിലെ ഇങ്ങനെ വന്നപ്പോ പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നിന്നു അത്രേ ഉള്ളൂ. എന്തൊരു കളതരം കണ്ണില്ലേ? അല്ല പൊടിയോ വിഷമോ അങ്ങനെ എന്തെങ്കിലും? കണ്ണിലാണോ വിഷം വരിക്കണേ? അല്ല ചോദിച്ചെന്നേ ഉള്ളൂ. നോക്ക് നോക്ക് നോക്ക്. സെയിം ഹാൻഡ് റൈറ്റിംഗ് അടേ. എന്റെ പൊന്നെ എനിക്ക് വയ്യ. ഇത് എഴുതിയത് ചേച്ചി തന്നെ ഏട്ടാ. കേശു നീയേ അതിലെഴുതിയത് വായിച്ചു കൊടുത്തപ്പോഴത്തേക്കും ചേച്ചിയുടെ മുഖഭാവത്തിൽ എന്തെങ്കിലും മാറ്റോ വിഷമോ പേടിയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും കണ്ടില്ല. ഒന്നുമില്ല. ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലാതെ ഇനി മുന്നോട്ട് പോവാൻ പറ്റൂല. ചേച്ചി എങ്ങോട്ട് പോയത്? ചേച്ചി അടുക്കളയിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. എന്താ 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 നീ ഇത് ഓടിപ്പാഞ്ഞു വരുന്നേ? ഞാൻ അമ്മൂമ്മേനെ കാണാൻ വന്നായിരുന്നു. കണ്ടു കണ്ടു. എന്താ ഒരു കള്ള ലക്ഷണം പോലെ? കൊല്ലടങ്ങി പിന്നെ. സോറി സ്പീഡ് കൊടുത്തു. ആ മീൻ പകുതി ആക്കിയിട്ട് നീ അവിടെ പോയതാ. ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ഉത്തരവാദിത്തത്തോടെ കൂടി ചെയ്യണം. ആ ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും അങ്ങനെ പറ്റിപ്പോയി അമ്മ. അപ്പൊ തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം. ശിവാ ചേച്ചി അതെ നിങ്ങൾ കുറെ നേരമായിട്ട് പുറകെ കൂടിയേക്കോളൂ. എന്താണ് ചേച്ചി? ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തുറന്ന് പറ. അങ്ങോട്ടെ എന്റെ വിഷമം പറഞ്ഞ നീ അത് തീർത്തു തരൂ. തീർത്ത് തരും. അതല്ലേ ചോദിക്കണേ. പറ 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 പറ. എന്താണ് പ്രശ്നം? പറ. പോടാ അവിടെ നിന്ന്. എന്താ പ്രശ്നം? പറ. എടാ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന്. മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഇല്ലെന്ന്. അതെ എന്താ പ്രശ്നമെന്ന് ആരെങ്കിലും ഒന്ന് പറയോ? എനിക്ക് അറിയാൻ പാടില്ലെന്ന്. അറിയാത്തയാണ് പ്രശ്നം. അപ്പൊ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് ബ്രേക്ക്. തല തിരിഞ്ഞ് വെച്ചാണ്. ചേച്ചി ഞെട്ടിയില്ലേ? ഇതെന്താ? ഇതെന്താന്ന്? ഇത് ഞെട്ടി എന്തിന്? ആര് ഞെട്ടി? ചേച്ചി ഇപ്പൊ ഞെട്ടി. നിനക്ക് എന്താടാ കാര്യം പറയച്ചേ. എന്തോന്ന് കാര്യം? സത്യം പറഞ്ഞോ? എനിക്കറിയാൻ പാടില്ല ഇതെന്താന്ന്. ചേച്ചിക്ക് അറിയാൻ പാടൂല അല്ലേ? ചേച്ചി ഈ സത്യം എന്ന് പറയണത് അങ്ങനെയാണ്. ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ മറനീക്കി പുറത്തു. സത്യോ? എന്തോന്ന് സത്യം? ചേച്ചി ഇനിയും മറച്ചു വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. പാറമടയിലെ മീനുകൾ പോലും ചേച്ചിയെ വഞ്ചിച്ചിരിക്കുന്നു. ആ ഫിലോപ്പി മരിച്ചതേ എന്റെ ചുണ്ടേ കുരുങ്ങിയല്ല. ചേച്ചിയുടെ സത്യം എഴുതിയ ബോട്ടിൽ എന്റെ തൊണ്ടേ കുരുങ്ങിയാണ് ചത്തത്. എനിക്കൊന്നും പറയാനില്ല. ഒഴിഞ്ഞു മാറാൻ നോക്കല്ലേ. കാര്യം ഉള്ളത് പോലെ പറ ഇങ്ങോട്ട്. പറയില്ലെന്ന്. എങ്ങനെ പൊങ്ങി വന്നു? റിയാക്ഷൻ ഇടല ആള് പോയി. കേശുവേ എന്താടാ പ്രശ്നം? ഇറന്നിട്ടാങ്കളാ? യാരുടാ? ഫിലോപ്പി. ശിവ. എന്നാലും എന്തുവായിരിക്കും പ്രശ്നം? தெரியலையே அம்மா. എന്തോ കൊലപാതക കേസാണെന്നാ തോന്നുന്നു. മിണ്ടാരു വച്ചത്. നീ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു ഇവിടെ. വിധി ഒന്ന് നോക്കണേ. എത്രയോ കൊല്ലം മുന്നേ എഴുതി പാറമടയിലിട്ട സാധനമാണ്. കറക്റ്റ് ആയിട്ട് കേശുവിന്റെ കയ്യിൽ തന്നെ കിട്ടുകയും ചെയ്യുന്നു. ഈ മീന് വേറൊന്നും തിന്നാൻ കിട്ടിയില്ലേ? അത് കുപ്പിയോടങ്ങ് വിഴുങ്ങിയേക്ക. എന്ത് തേരാപ്പാര നടക്കണത്?
ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ ചിലപ്പോ ഇരിക്കും, ചിലപ്പോ നിക്കും, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നിനക്കെന്ത്? ചേച്ചി, ഇനി മറച്ചു വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മര്യാദക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ ഇങ്ങ് പറയുക. എന്നാ ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയട്ടെ. അത് ഞാൻ എഴുതിയിട്ടതല്ല. അങ്ങനെ. ഈ കൈയക്ഷരം ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. ചേച്ചി സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ കൈയക്ഷരമായിരുന്നു. ഈ അടുത്ത കാലം വരെയും ഈ കൈയക്ഷരമായിരുന്നു. കുറച്ചും എഴുത്തന്ന് ഈ കൈയക്ഷരമായിരുന്നു. അപ്പൊ ആരാ എഴുതിയേ? എനിക്കറിയാൻ പാടില്ല. ഓ ശരി, അറിയില്ല. ഞാൻ അമ്മൂമ്മ എടുത്ത അമ്മൂമ്മ പോവല്ലേ? അല്ല, ഞാൻ പോയി ചോദിക്കാം ഈ കൈയക്ഷരം ആരുടെയാണെന്ന്. അമ്മൂമ്മ കണ്ട് പരിചയമില്ലുള്ളൂ. ചേച്ചി അല്ലല്ലോ. അത് ഉപ്പങ്ങോട്ട് പറ. ഞാൻ എഴുതിയത് തന്നെയാ. അത് നമുക്കറിയാമായിരുന്നു. ഇനി മക്കളെ ബാ ഇനി കാര്യം പറയടാ. ഇത് എന്തിനെഴുതി ഇത്രയും കഷ്ടപ്പെട്ടത് കുപ്പിയിലാക്കി എടുത്ത് പാറമട കളഞ്ഞു? കണ്ട മീനിനെ കൊണ്ട് തീറ്റിപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ പേടി കാരണം എഴുതിയതാ. അത് നമുക്ക് മനസ്സിലായി. അല്ലാതെ സന്തോഷത്തിയാരി എനിക്ക് പേടിയാവുന്നു പറഞ്ഞ് എഴുതൂലല്ലോ. എന്തായിരുന്നു പേടിയുടെ കാര്യം? ഞാൻ പറയാം, പക്ഷെ ആരോടും പറയരുത്. ആരോടും നമ്മൾ പറയല്ലോ. ചേച്ചി പറ. അതില്ലേ, കല്യാണത്തിന് മുന്നേ, അതായത് കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടി വരുമല്ലോ. പുതിയ ഒരാളുടെ കൂടെയുള്ളൊരു ജീവിതം, പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അതിന് അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര പേടിയായി തുടങ്ങി. ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ഈ സ്ട്രെസ്സും ഓവർ തിങ്കും ഈ പേടിയുടെ കാര്യമൊക്കെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പേടിയുള്ള കാര്യം ഇതേപോലെ ഒരു കടലാസിന്റെ തുണ്ടിൽ എഴുതി കുപ്പിയിലാക്കി കടലിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേടി മാറുന്നു. ഏതോ വലിയ രാജ്യത്ത് ആരാ കടലില്. പിന്നെ എനിക്കിത് കിട്ടിയത് കടലിൽ നിന്നല്ലല്ലോ, പാറമടയെന്നല്ലേ? അത് ആ സമയത്ത് എനിക്ക് കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ മുമ്പില് കടല് പോലെയാണല്ലോ നമ്മുടെ പാറമട കിടക്കുന്നേ. അപ്പൊ ഞാൻ പാറമടയിലേക്ക് എഴുതിയിട്ട്. ഇത് തന്നെയാണോ കാരണം? അല്ലാതെ വേറെന്ത് കാരണം? ഇത്രേ ഉള്ളൂ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഇത്ര നേരം ഞാൻ സമയവും മെനക്കെടുത്തി വലിയ ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ നടന്നത്. അത് നീ മണ്ടനായതും കൊണ്ട്. ഞാൻ എന്നിട്ട് പേടി മാറിയോ? എവിടെ നിന്ന് പേടി മാറാൻ? പിന്നെ കെട്ടിയത് സിദ്ധുവിനെയാണല്ലോ. പിന്നെ വലിയ പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ തോന്നി. അളയും പേടിച്ചാൽ മതിയല്ലോ. എന്തായാലും നിങ്ങളുടെ സംശയമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഏത് സമയത്താണോ? അപ്പഴേ ഇനി ആ പാറമടയിലേക്കേ അധികം ചൂണ്ടയിടാൻ പോകണ്ടാട്ടോ. ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം ചേച്ചിയുടെ ഒരുപാട് സീക്രട്സ് പാറമടയിൽ കുപ്പിയിലേക്ക് കിടക്കുന്നുണ്ട് എന്നല്ലേ? ശിവ, നമുക്ക് കുറച്ചധികം ചൂണ്ടയിടേണ്ട കാര്യം.